എല്ലാവർക്കും നമസ്കാരം. ബി എഡിൽ രണ്ടാമത്തെ സെമസ്റ്ററിൽ അസസ്മെൻ്റ് എന്ന് പറയുന്ന പേപ്പറാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അസസ്മെൻ്റ്, അതിൻ്റെ മീനിങ്, അതിൻ്റെ ഡെഫിനിഷന്, അതിനെക്കുറിച്ചുള്ള പല കാര്യങ്ങളും. അതേപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബിഹേവിയറിസ്റ്റ് മോഡൽ ഓഫ് എഡ്യൂക്കേഷനിൽ വരുന്നത് ട്രഡീഷണൽ ബ്ലൂംസ് ടാക്സോണമിയാണ്. ട്രഡീഷണൽ ബ്ലൂംസ് ടാക്സോണമി പറയുന്ന ആ ഓർഡറൊക്കെ നിങ്ങൾ പഠിച്ചതാണ് പല സമയത്തും. അത് നോളജിൽ തുടങ്ങി ഇവാലുവേഷനിൽ അവസാനിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ചിത്രപ്പടം തന്നിട്ടുണ്ട്, അത് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെല്ലാം നൗണ് രൂപത്തിലാണത്, നാമത്തിലാണ് വരുന്നതെല്ലാം. നോളജ്, കോംപ്രഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ. ആ ഇവാലുവേഷനിൽ അവസാനിക്കുന്നുണ്ട്. കണ്ടൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള നോളജുകൾ മാത്രം, അതായത് നോളജ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇതിൽ വരുന്നുള്ളൂ. അതാണ് ഈ ട്രഡീഷണൽ ബ്ലൂംസ് ടാക്സോണമി. ഇനി നമ്മൾ നേരെ തിരിച്ച് നമ്മൾ കൺസ്ട്രക്റ്റീവ്സ് മോഡലിലേക്ക് വരുന്ന സമയത്ത്, കൺസ്ട്രക്റ്റിവിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് കൺസ്ട്രക്റ്റിവിസം. കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് മോഡൽ ഓഫ് ഒരു ഇൻസ്ട്രക്ഷനാണ്. സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് മോഡൽ ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ അധ്യാപകർക്ക് പ്രത്യേകിച്ച് റോളുകളില്ല. പ്രത്യേകിച്ച് റോളുകളില്ല എന്നാണ് പറഞ്ഞത്, റോളില്ല എന്നുള്ളതല്ല. ഒരു വിദ്യാർത്ഥിക്ക് സ്വന്തമായി നോളജ് കൺസ്ട്രക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കൺസ്ട്രക്റ്റിവ്സ് മോഡൽ ഓഫ് എഡ്യൂക്കേഷനിൽ നമുക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതൊരു കോഗ്നിറ്റീവ് പേഴ്സ്പെക്റ്റീവാണ്. കോഗ്നിറ്റീവ് പേഴ്സ്പെക്റ്റീവ്. ഓക്കെ, ഈ കോഗ്നിറ്റീവ് മോഡൽ ഓഫ് എഡ്യൂക്കേഷൻ, ഈ കൺസ്ട്രക്റ്റിവിസ്റ്റ് മോഡൽ ഓഫ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി തിയറികൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. പിയാഷെയുടെ തിയറി, ബ്രൂണറിൻ്റെ തിയറി, വൈഗോട്സ്കിയുടെ തിയറി സോഷ്യൽ കൺസ്ട്രക്റ്റീവ്സ് ആണ്. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഓക്കെ, ഇത് ഈ കൺസ്ട്രക്റ്റിവിസം മോഡൽ ഓഫ് എഡ്യൂക്കേഷനിൽ പറയുന്ന മറ്റൊരു കാര്യം, സ്റ്റുഡൻസ് എബിലിറ്റി ടു യൂസ് ദ നോളജ് ടു സോൾവ് റിയൽ വേൾഡ് പ്രോബ്ലംസ് എന്ന് പറയാം. അവർ സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങളിൽ നിന്ന്, അവരുടെ കരിക്കുലത്തിൽ നിന്ന് പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ അവർ റിയൽ വേൾഡ് സിറ്റുവേഷനിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള എബിലിറ്റി അവർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഉണ്ടാകും, ഈ കൺസ്ട്രക്റ്റിവിസം മോഡൽ ഓഫ് എഡ്യൂക്കേഷനിലൂടെ അവർക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ഈ കൺസ്ട്രക്റ്റിവിസം മോഡൽ ഓഫ് എഡ്യൂക്കേഷൻ്റെ ഒരു പ്രത്യേകത. അടുത്തത് നമുക്ക് ഓരോ ടോപ്പിക്കിലൂടെ ഒന്ന് പോയി നോക്കാം. ആദ്യം പറയുന്നത് ചേഞ്ചിങ് അസസ്മെൻറ്റ് പ്രാക്ടീസസ്, ഷിഫ്റ്റ് ഫ്രം ട്രഡീഷണൽ വ്യൂ ടു കൺസ്ട്രക്റ്റിവിസ്റ്റ് വ്യൂ ഓഫ് ഇവാലുവേഷൻ. നമ്മൾ ഈ ട്രഡീഷണൽ വ്യൂസിൽ നിന്ന് കൺസ്ട്രക്റ്റിവിസ്റ്റ് വ്യൂസിലേക്ക് മാറുമ്പോഴുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഇതിൽ കുറച്ച് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ പോയിന്റ്, ഇൻ കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂം സ്റ്റുഡൻസ് ആക്റ്റീവ്ലി ഇൻവോൾവ്ഡ് ഇൻ ദ പ്രോസസ് ഓഫ് ലേണിംഗ്. പറയേണ്ട ആവശ്യമില്ലല്ലോ, കുട്ടികൾ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആയിരിക്കും ഏത് പ്രോസസ്സിലാണെങ്കിലും. ക്ലാസ് റൂമിൽ നമ്മൾ നന്നായിട്ട് ക്ലാസ് എടുക്കുന്ന ഒരു കൺസ്ട്രക്റ്റീവ്സ് ക്ലാസ് റൂം ആണെന്നുണ്ടെങ്കിൽ എല്ലാ കുട്ടികളും ഒരേപോലെ ആക്റ്റീവായിരിക്കും, കാര്യങ്ങൾ സംസാരിക്കും, കുട്ടികൾ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിക്കുക, അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയാൻ പറ്റും നമുക്ക്. രണ്ടാമത്തെ പോയിന്റ്, ട്രഡീഷണൽ അസസ്മെൻറ്റ്സ് ആർ ഡിസൈൻഡ് ടു എക്സാമിൻ വെദർ ദ ഇൻഫോർമേഷൻ ട്രാൻസ്മിറ്റഡ് ബൈ ടീച്ചർ ഈസ് എഫക്റ്റീവ് ഓർ നോട്ട്. നമ്മൾ സാധാരണ ബിഹേവിയറിസ്റ്റ് മോഡൽ എഡ്യൂക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ടീച്ചർ എത്രത്തോളം കാര്യങ്ങൾ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ മാത്രമേ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ കുട്ടികൾക്ക് എത്രത്തോളം കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനി ട്രഡീഷണൽ ക്ലാസ് റൂംസ് ആർ കൺവേർട്ടഡ് ടു കൺസ്ട്രക്റ്റിവിസം ക്ലാസ് റൂം. നമ്മൾ പഴയ രീതിയിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കൺസ്ട്രക്റ്റിവിസം മോഡലിലേക്ക്. ഇപ്പോൾ നമുക്കറിയാം, ഈ കൺസ്ട്രക്റ്റിവിസം മോഡലൊക്കെ നമുക്ക് ഈ 20-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 21-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗത്തൊക്കെയാണ് അത് വന്നിട്ടുള്ളത്. ആസ് എ റിസൾട്ട് ദർ ഇസ് എ ഷിഫ്റ്റ് ഫ്രം ടീച്ചർ സെൻറ്റേർഡ് ടു ലേണിംഗ് സെൻറ്റേർഡ് റാദർ ദാൻ ജസ്റ്റ് ലേണേഴ്സ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ. ടീച്ചർ സെൻറ്റേർഡിൽ നിന്ന് ലേണിംഗ് സെൻറ്റേർഡിലേക്ക് മാറിയിട്ടുണ്ട് ഈ ഒരു കൺസ്ട്രക്റ്റിവിസം മോഡൽ വന്നതുകൊണ്ട്. അത് ജസ്റ്റ് ലേണർ സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ എന്ന് മാത്രമല്ല, ലേണിംഗ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ എന്നാണ്. ലേണർ സെൻറ്റേർഡിനേക്കാൾ കൂടുതൽ ലേണിംഗ് സെൻറ്റേർഡ്, ആ ഒരു ആക്ടിവിറ്റിക്ക് അവിടെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട്. Now assessment paradigm have shifted from testing learning of students to assessing for student learning. നമ്മൾ സാധാരണ ഒരു പരീക്ഷ നടത്തിയിട്ട് അതിൻ്റെ ഇവാലുവേഷൻ എന്നതിൽ നിന്ന് ഉപരിയായിട്ട് അസസ്സിങ് സ്റ്റുഡൻസ് ലേണിംഗ്
എന്നാക്കി മാറിയിട്ടുണ്ട് ഈ കൺസ്ട്രക്റ്റിവിസം മോഡൽ വന്നതിന് ശേഷം. അപ്പം ചെറിയ കുറച്ച് പോയിൻ്റുകളാണ് മനസ്സിലാകുന്ന രീതിയിലാണ്. അപ്പം അടുത്തൊരു കാര്യം നമുക്കൊന്ന് നോക്കാം. അടുത്തത് വരുന്നത് പാരഡൈം ഷിഫ്റ്റ് ഇൻ അസസ്മെൻറ്റ് എന്നാണ്. അതായത് അസസ്മെൻറ്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത് പറയുന്നതാണ് പാർഷ്യൽ ടു ഹോളിസ്റ്റിക്. നമുക്കറിയാം ട്രഡീഷണൽ മെത്തേഡിൽ നോളജിന് മാത്രമായിരുന്നു ഇമ്പോർട്ടൻ്റ് കൊടുത്തിരുന്നത്. പക്ഷേ ഈ ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് മോഡലിലേക്ക് വന്ന സമയത്ത് സമഗ്രമായ മാറ്റം, ഹോളിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമഗ്രമായ മാറ്റം. ഈ സമഗ്രമായ മാറ്റം എന്ന് പറയുമ്പോൾ അതിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ അതിൽ വരാം. ഓക്കെ. രണ്ടാമത്തെ പോയിൻ്റ് ഇൻ്റർമിറ്റൻറ്റ് ടു കണ്ടിന്യൂസ്. ഇൻ്റർമിറ്റൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടവിട്ടുള്ള അത് അസസ്മെൻറ്റുകളാണ് പഴയ രീതിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത് കണ്ടിന്യൂസ് ആണ്. തുടക്കം മുതൽ അവസാനം വരെ ഓരോ അസസ്മെൻറ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതേപോലെ മാർക്കിംഗ് ടു ഗ്രേഡിംഗ്, മാർക്കുള്ളത് ഗ്രേഡിലേക്ക് മാറിയിട്ടുണ്ട്. ഓട്ടോക്രാറ്റിക് ടു ഓതൻറ്റിക്, ട്രഡീഷണൽ ടു ആൾട്ടർനേറ്റീവ്. അപ്പോൾ ഇത്രയും മാറ്റങ്ങളാണ് നമുക്ക് ഈ പാരഡൈം ഷിഫ്റ്റ് ഇൻ അസസ്മെൻറ്റിൽ നമുക്ക് പറയാനുള്ളത്. ഇത് ഓട്ടോക്രാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകാധിപത്യം എന്ന ശരിക്കും അർത്ഥം വരിക. ഏകാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൽ വിദ്യാർത്ഥികളും അധ്യാപകരൊക്കെ ഒരേപോലെയാണല്ലോ. ഓക്കെ. അപ്പോൾ അതാണ് അവിടെ ഈ ഓട്ടോക്രാറ്റിക്കിൽ നിന്ന് ഓതൻറ്റിക് എന്ന് ഉദ്ദേശിച്ചത്. പിന്നെ ട്രഡീഷണൽ ടു ആൾട്ടർനേറ്റീവ് അറിയാമല്ലോ, പഴയ കാലം പുതിയ കാലം തമ്മിൽ ട്രഡീഷണൽ എന്നുള്ള ആ രീതിയിൽ നിന്ന് മാറിയിട്ട് പുതിയ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ. അതാണിപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കാനുള്ളത്. അടുത്തത് വരുന്നത് അസസ്മെൻറ്റ് ഇൻ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച്. കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചിലുള്ള അസസ്മെൻറ്റുകളെക്കുറിച്ച് മേജർ ഐഡിയാസ് ഓഫ് കൺസ്ട്രക്റ്റിവിസം അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒന്നാമത് ലേണിംഗ് ഈസ് ആൻ ആക്റ്റീവ് പ്രോസസ്സ്. ഒരു ആക്റ്റീവ് പ്രോസസ്സാണ്. ദ ലേണർ ഹാസ് പ്രയർ നോളജ്. പ്രയോറിറ്റി നോളജിന് കൊടുക്കുകയാണെങ്കിലും മറ്റ് പല കഴിവുകളും വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്നുണ്ട്. ദ ലേണർ ടേക്സ് റെസ്പോൺസിബിലിറ്റി ഫോർ ദെയർ ഓൺ ലേണിംഗ്. ട്രഡീഷണൽ മെത്തേഡിൽ അധ്യാപകർക്കായിരുന്നു അതിൻ്റെ റെസ്പോൺസിബിലിറ്റി, വിദ്യാർത്ഥികളിലേക്ക് ആ ഒരു വിദ്യ എത്തിക്കുക എന്നുള്ളത്. പക്ഷേ ഈ ഒരു മെത്തേഡിലൂടെ വിദ്യാർത്ഥികളുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറി. കാരണം പീപ്പിൾ കൺസ്ട്രക്റ്റ് നോളജ്, അവരെന്നെ സ്വന്തം അവർക്ക് വേണ്ടിയിട്ട് കൺസ്ട്രക്റ്റ് ചെയ്യാണ് നോളജ്. അടുത്തത് വരുന്നത് അസസ്മെൻറ്റ് ഇൻ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച്. കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചിൽ അസസ്മെൻറ്റിനെ കുറിച്ച് എന്താണ് പറയുന്നത് നോക്കാം നമുക്ക്. കൺസ്ട്രക്റ്റിവിസ്റ്റ് ബിലീവ് ദാറ്റ് assessment should be used as a tool to enhance both the students' learning and the teachers' understanding of the students' current understanding. അതിൽ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യത്രേ ഉള്ളൂ, വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം അല്ലെങ്കിൽ അവരുടെ അറിവ് വർദ്ധിപ്പിക്കാനും അതേപോലെ തന്നെ അധ്യാപകർക്ക് അവരുടെ മുൻപിലിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം കാര്യങ്ങൾ അറിയാം, അത് വിദ്യയിൽ മാത്രമല്ല അല്ലാത്ത ഒരുപാട് കഴിവുകളിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ ഈ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചിൽ അസസ്മെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ബ്രൂക്സ് ആൻഡ് ബ്രൂക്സ് 1993 ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. വാട്ട് അസസ്മെൻറ്റ് ഇൻ എ കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂം ലുക്ക് ലൈക്ക് റാദർ ദാൻ സേയിങ് നോ വെൻ എ സ്റ്റുഡൻറ്റ് ഡസ് നോട്ട് ഗിവ് ദ എക്സാക്റ്റ് ആൻസർ ബീയിങ് സോട്ട്. The constructivist teacher attempt to understand the students' current thinking about the topic. നമ്മൾ ആ കുട്ടികളുടെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കുട്ടി തെറ്റായ ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ് അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് നമ്മൾ പറയുന്നതിലുപരിയായിട്ട് ഈ കൺസ്ട്രക്റ്റിവിസ്റ്റ് അസസ്മെൻറ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിലെന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ വൈഗോട്സ്കിയുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൽ സ്കിന്നറുടെ തിയറിയിൽ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ റീഇൻഫോഴ്സ്മെൻറ്റ്, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, അതേപോലെ പണിഷ്മെൻറ്റൊക്കെ. ഇതിലെല്ലാം പറയുന്നത് ഒരിക്കലും കുട്ടികൾ പറയുന്നത് തെറ്റാണ് എന്നുള്ളതല്ല. കുട്ടികൾ തെറ്റായി പറഞ്ഞു കഴിഞ്ഞാലും അത് നമ്മൾ ശരിയാക്കി കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് പല വഴിയിലൂടെയാവണം നമ്മൾ ശരിയാക്കി കൊടുക്കേണ്ടത്. ചിലപ്പോൾ അവർ തെറ്റ് പറയുമ്പോൾ നമ്മൾ അവരെ അടിച്ചാക്ഷേപിക്കാതെ പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് അസസ്മെൻറ്റ് കൊണ്ട് അവിടെ നമ്മൾ ഉദ്ദേശിക്കേണ്ടതും. ഓക്കെ. നെക്സ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അസസ്മെൻറ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച്.
ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നോക്കാം. ഈ കൺസ്ട്രക്റ്റിവിസ്റ്റ് മോഡൽ ഓഫ് എഡ്യൂക്കേഷനിൽ അസസ്മെൻറ്റുകളുടെ പ്രത്യേകതകൾ. ഒന്നാമത് പറയുന്നത് ഇറ്റ് ഈസ് ഫോർമേറ്റീവ് റാദർ ദാൻ സമ്മേറ്റീവ്. ഫോർമേറ്റീവും സമ്മേറ്റീവും എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ക്ലിയറാണ്. അപ്പോൾ ഇത് ഫോർമേറ്റീവ് ആയിരിക്കും. സമ്മേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പർട്ടിക്കുലർ പീരീഡിൽ മാത്രം, അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ സെമസ്റ്റർ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ ഇയറിൽ മാത്രം നടക്കുന്നതാണ് സമ്മേറ്റീവ്. അതല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഉള്ളതാണ്. അതായത് എപ്പോഴും ഇങ്ങനെ അസസ്മെൻറ്റ് കൊടുത്തുകൊണ്ടേയിരിക്കുക. അതാണ് ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് മനസ്സിലാക്കണം. ലേണിംഗ് ഔട്ട്കം ഇൻക്ലൂഡ് കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് എബിലിറ്റീസ് ടു പെർഫോം സയൻറ്റിഫിക് ഇൻക്വയറി ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് അബൌട്ട് കോൺസെപ്റ്റ്. ഇതിൽ പറയുന്നത് ലേണിംഗ് ഔട്ട്കം ഇൻക്ലൂഡ് കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്. ആ കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണം, അതിനുള്ള കഴിവുണ്ടായിരിക്കണം. ടു പെർഫോം സയൻറ്റിഫിക് ഇൻക്വയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേകത ഉണ്ട്. ഇൻക്വയറി നമ്മൾ ഡെപ്തായിട്ട് പഠിക്കുക എന്നുള്ളൊരു അർത്ഥം കൂടി അതിനുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഭാഗവും അതിൻ്റെ ഡെപ്തായിട്ട് നമ്മൾ മുഴുവൻ കാര്യങ്ങളും പഠിച്ചെടുക്കാനുള്ള ഒരു കഴിവ് കുട്ടികൾക്കുണ്ടാണ്. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ കോൺസെപ്റ്റ്. ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാനും ഈ ഒരു അസസ്മെൻറ്റിലൂടെ കുട്ടികൾക്ക് കഴിയും, അല്ലെങ്കിൽ കഴിയണം. അടുത്ത പോയിന്റ് പറയുന്നത് അസസ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഈ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചിൽ അസസ്മെൻറ്റ് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫോർമാറ്റീവ് നമ്മൾ പറഞ്ഞിരുന്നു. ഈ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷനൊക്കെ അടുത്ത ടോപ്പിക്കിൽ നമ്മൾ പറയുന്നുണ്ട്. ഒരു അക്കാദമിക് ഇയറിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഇത് അസസ്മെൻറ്റ് കൊടുത്തുകൊണ്ടേയിരിക്കും. നമ്മൾ ഹോംവർക്ക് ആണെങ്കിലും ചോദ്യം ചോദിക്കലാണെങ്കിലും പല പരീക്ഷകളാണെങ്കിലും പ്രൊജക്റ്റുകളാണെങ്കിലും അസൈൻമെൻറ്റുകളാണെങ്കിലും അതങ്ങനെ തുടക്കം മുതൽ അവസാനം വരെ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അസസ്മെൻറ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചിൽ പറയുന്നത്. അടുത്തത് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ അസസ്മെൻറ്റ് പ്രോസസ്സ്. ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് മോഡൽ ഓഫ് എഡ്യൂക്കേഷനിൽ ഒരു അസസ്മെൻറ്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ചില സ്റ്റെപ്പുകളാണ് കുറിച്ചാണ് പറയുന്നത്. ദ ക്രൈറ്റീരിയ ബൈ വിച്ച് ദ വർക്ക് വിൽ ബി ജഡ്ജ്ഡ് ഷുഡ് മേക്ക് ക്ലിയർ റൈറ്റ് ഫ്രം ദ ബിഗിനിങ്. ഒരു അസസ്മെൻറ്റ് കൊടുക്കുന്നതിന് മുൻപ് തന്നെ അത് ഏത് രീതിയിലാണ് നമ്മൾ ജഡ്ജ് ചെയ്യുക എന്നതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. രണ്ടാമത് പറയുന്നത് സ്റ്റുഡൻറ്റ് മസ്റ്റ് റൈറ്റ് ഓർ ഡോക്യുമെൻറ്റ് ദെയർ വർക്ക്. ഒന്നെങ്കിൽ എഴുതി വെക്കണം, അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ആയിട്ട് അത് വെക്കണം. മൂന്നാമത് പറയുന്നത് സ്റ്റുഡൻറ്റ് കെയിം ടു നോ ദ കോംപ്ലക്സ് നേച്ചർ ഓഫ് ജഡ്ജിങ് ആൻഡ് ഇംപ്രൂവിങ് ദെയർ വർക്ക്. ഒരു അസസ്മെൻറ്റ് ഏത് രീതിയിലൊക്കെയാണ് ജഡ്ജ് ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ധാരണ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കണം. അതിൻ്റെ കോംപ്ലക്സ് നേച്ചറും അതേപോലെ ഇംപ്രൂവിങ് ദെയർ വർക്ക്, അത് അനുസരിച്ച് അവരുടെ വർക്കുകൾ ഇംപ്രൂവ് ചെയ്യിക്കണം. ഓക്കെ, അടുത്തത് അസസ്മെൻറ്റ് പ്രാക്ടീസസ് ആണ്. നമ്മളെങ്ങനെയൊക്കെയാണ് അസസ്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യേണ്ടതിനെ കുറിച്ചാണ് പറയുന്നത്. കൺസ്ട്രക്റ്റിവിസം കോൾസ് ഫോർ റീകൺസിഡറേഷൻ ഓഫ് വാലുവേഷൻ ആൻഡ് ഗ്രേഡിംഗ് പ്രൊസീജിയേഴ്സ്. ഈ കൺസ്ട്രക്റ്റിവിസം മോഡൽ ഓഫ് എഡ്യൂക്കേഷനിൽ നമ്മളതിൻ്റെ അസസ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ റീകൺസിഡറേഷൻ അതിലുണ്ടായിരിക്കണം. അതായത് പുനഃപരിശോധിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അത് രണ്ടാമത്തെ പോയിന്റ്. ഇവാലുവേഷൻ ഓഫ് ദി സ്റ്റുഡൻറ്റ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് പെർഫോമൻസ് ഷുഡ് ബി ഓൺഗോയിങ് ആൻഡ് ക്യുമുലേറ്റീവ് റാദർ ദാൻ ദ സമ്മേറ്റീവ് ഇവാലുവേഷൻ. നമുക്കറിയാം സമ്മേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം നമ്മളൊരു പരീക്ഷ ഇടും, എന്നിട്ട് അതിൽ മാർക്ക് എത്രയും നോക്കും, എത്രത്തോളം നോളജ് ആ കുട്ടി കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാവുക. ഇത് ഓൺഗോയിങ് ആൻഡ് ക്യുമുലേറ്റീവ് ആയിരിക്കണം നമ്മൾ ഈ കൺസ്ട്രക്റ്റിവിസ്റ്റ് മോഡൽ ഓഫ് എഡ്യൂക്കേഷനിലെ അസസ്മെൻറ്റുകൾ. ഓൺഗോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം മുതൽ എല്ലാ കാര്യങ്ങളും നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. അങ്ങനെ ഒരു റെക്കോർഡ് വെക്കുന്നതിനെയാണ് നമ്മൾ ക്യുമുലേറ്റീവ് എന്ന വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റിൽ പറയുന്ന കാര്യങ്ങൾ കൺസ്ട്രക്റ്റിവിസ്റ്റ് ഇവാലുവേഷൻ ഈസ് ദാറ്റ് ഫോം ഓഫ് ഇവാലുവേഷൻ വിച്ച് വ്യൂസ് നോളജ് ആസ് ദ ഔട്ട്കം ഓഫ് എക്സ്പീരിയൻസ് മീഡിയേറ്റഡ് ബൈ വൺസ് ഓൺ പ്രയർ നോളജ് ആൻഡ് ദ എക്സ്പീരിയൻസ് ഓഫ് അതേഴ്സ്. നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത് മറ്റുള്ള കുട്ടികളുടെ നോളജും അതിൻ്റെ കൂടെ തന്നെ അവർ എത്രത്തോളം കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. അടുത്ത അസസ്മെൻറ്റ് പ്രാക്ടീസിൽ ആൻ ഇവാലുവേറ്റർ ഷുഡ് ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ഓഫ് ദ ഫോളോവിങ്. താഴ്ന്നിരിക്കുന്ന കാര്യങ്ങൾ ഒരു ഇവാലുവേറ്റർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ ഒന്നാമത് പറയുന്നത് വാട്ട് ഷുഡ് ബി ഇവാലുവേറ്റഡ്. എന്താണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്, അതായത് ദ ഏരിയസ് ടു ബി ഇവാലുവേറ്റഡ്, ഏത് ഏരിയയാണ് എന്നതിനെക്കുറിച്ച് കറക്റ്റ് ധാരണ ഇവാലുവേറ്റർക്ക് ഉണ്ടായിരിക്കണം. രണ്ടാമത് പറയുന്നത് ഹൗ ഷുഡ് ഇറ്റ് ബി ഇവാലുവേറ്റഡ്, എങ്ങനെയാണ് ഇത് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഒരു ബ്ലൂ പ്രിൻ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. നിങ്ങൾ ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കിയതിന് ശേഷം ഈ അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൽ ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ സ്കോറിംഗ് കീ കൊടുക്കും. അതാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ.
ഹൂ ഷുഡ് ബി ഇവാലുവേറ്റ്, ആരെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. വാട്ട് ഫോർ ദ റിസൾട്ട് ഷുഡ് ബി ഇവാലുവേറ്റഡ്, എന്ത് റിസൾട്ടാണ് നമ്മൾ ഈ ഇവാലുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ ഇവാലുവേറ്റിംഗ് ദ പെർഫോമൻസ് ആണോ അതെന്താണെന്നുള്ളത്. വെൻ ഷുഡ് ബി ഇറ്റ് ഇവാലുവേറ്റഡ്, എപ്പോഴാണ് നമ്മളിത് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഹൗ ദ റിസൾട്ട് ഷുഡ് ബി റെക്കോർഡഡ്, എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ റിസൾട്ട് റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ കറക്റ്റ് ധാരണ ആരാണോ ഇവാലുവേറ്റ് ചെയ്യുന്നത് അവർക്ക് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. ഇത് ചെറിയ ചെറിയ കാര്യങ്ങളായതുകൊണ്ടാണ് കൂടുതൽ വിശദീകരണം അതിൽ കൊടുക്കാത്തത്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഈ ഒരു ഭാഗത്ത് അവസാനമായിട്ട് പറയുന്നൊരു കാര്യം ഇമ്പോർട്ടൻറ്റ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഫോർ അസസ്മെൻറ്റ്. ഇതിൽ ഒരു 5, 6, 7 കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, 7 ടൂൾസ് പറയുന്നുണ്ട്. ആ 7 ടൂൾസും എന്താണെന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് നമ്മൾ പഠിക്കും. ഇപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ടൂൾ എന്ന് നോക്കാം. നമുക്ക് ഒന്ന് റൂബ്രിക്സിനെ കുറിച്ച് നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. പല സമയത്ത് ചോദിച്ച ചോദ്യമാണ്. അതൊരു സ്കോറിംഗ് മെത്തേഡാണ്, ഒരു നമ്പർ വെച്ചിട്ടുള്ള സ്കോറിംഗ് മെത്തേഡാണെന്ന് മാത്രം മനസ്സിലാക്കുക. നമ്മൾ അതിൻ്റെ ടോപ്പിക്ക് എത്തുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യും. അടുത്ത കോൺസെപ്റ്റ് മാപ്പിംഗ്, അനക്ഡോട്ടൽ റെക്കോർഡ്, പിയർ അസസ്മെൻറ്റ്, പിക്ടോറിയൽ അസസ്മെൻറ്റ്, ഗ്രാഫിക് ഓർഗനൈസർ, റിഫ്ലക്റ്റീവ് ക്വസ്റ്റ്യനിങ്. ഇതെല്ലാം ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഫോർ ദ അസസ്മെൻ്റാണ്. ഇതിൽ നമ്മൾ ഒരു ഇവാലുവേഷൻ കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിനെക്കുറിച്ചുള്ള ടെക്നിക്കുകൾ ഇതിൽ പറയുന്നുണ്ട്. അതേപോലെ എന്തൊക്കെ മെത്തേഡിലൂടെയാണ് ഇത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഗ്രേഡിങ്ങിലാണെങ്കിൽ അങ്ങനെ, അത് പിക്ടോറിയൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ, അത് ഓരോ ടൂൾസ് ആൻഡ് ടെക്നിക്സാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു കാര്യത്തിൽ മനസ്സിലാക്കുക. ഇതിൻ്റെ ഓരോന്നിനെക്കുറിച്ചും നിർബന്ധമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനെക്കുറിച്ച് നമുക്ക് ഓരോ ടോപ്പിക്കും വരുന്ന സമയത്ത് അവിടെ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ക്ലാസ്സുകൾ. ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്ത ഏതെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാം. ഓക്കെ, താങ്ക് യു.